ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്തറിലേക്കാണ് പോകുന്നത്. ഒമാനിലെ അൽഹജർ പർവ്വതനിരകളുടെ ഭാഗമാണ് ജബൽ അക്തർ. നമ്മൾ മസ്കറ്റിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട് ജബൽ അക്തറിലേക്ക്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, മലകൾക്കിടയിലാണ് ഇവിടെ ഓരോ വില്ലേജുകളും ഒക്കെ കാണാൻ കഴിയുന്നത്. ഒമാൻ്റെ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ മലകളാലും കുന്നുകളാലും നിറഞ്ഞ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. ഓരോ മലകൾക്കും വളരെയധികം കളർ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതിനിടയിൽ കുറേ പച്ചപ്പും ഒക്കെയായിട്ട് മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ജബൽ അക്തറിലേക്ക് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ബിർക്കത്ത് അൽമൗസ് എന്നാണ്. ജബൽ അക്തർ എന്ന പർവ്വതനിരയുടെ താഴ്വരയാണ് ബിർക്കത്ത് അൽമൗസ്. ഇവിടെ ഒരു ഫലജ് ഉണ്ട്. ഫലജ് എന്ന് പറഞ്ഞാൽ ജലസേചന രീതിക്കാണ് പറയുന്നത്. പുരാതനമായ ജലസേചന രീതിയാണ് ഫലജ് സിസ്റ്റം. ഇതുപയോഗിച്ചാണ് മലനിരകളിലെ കൃഷികൾക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. ഇതാണ് ഫലജ് അൽ ഖത്മീൻ. ഇത് ഒമാനിലെ പ്രധാനപ്പെട്ട ഒരു ഫലജ് ഇറിഗേഷൻ സിസ്റ്റമാണ്. ഏകദേശം 2450 മീറ്റർ നീളമുള്ള ഈ ജലപാത ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. ഇതിൻ്റെ വെള്ളം കൃത്യമായി 3ആയി വിഭജിക്കപ്പെടുന്ന രീതി പുരാതന ഒമാനികളുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ ഉദാഹരണമാണ്. ഏകദേശം 2000 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ വീടുകളിലേക്കും ഈന്തപ്പന തോട്ടങ്ങളിലേക്കും ഒക്കെ വെള്ളം എത്തിക്കുന്നത് ഈ ജലസേചന പദ്ധതി വഴിയാണ്. ഇവിടെ നിന്നാണ് ജബൽ അക്തർ പർവ്വതനിരകളിലേക്കുള്ള കയറ്റം തുടങ്ങുന്നത്. റോഡിന് വലതു സൈഡായി വാദി കാണാം. വാദി എന്ന് പറഞ്ഞാൽ മലകൾക്കിടയിലൂടെ വരുന്ന ജലം ഒഴുകിപ്പോകാനുള്ള സ്ഥലമാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വാദികളൊക്കെ നിറഞ്ഞൊഴുകുകയും അത് യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കുത്തനെയുള്ള ഒരുപാട് ഹെയർപിൻ വളവുകളും ഒക്കെയുള്ള ഒരു കയറ്റമാണിത്. ഇവിടേക്ക് പോകുന്നതിന് 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ നിർബന്ധമാണ്. ജബൽ അക്തർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ മൗണ്ടെയിൻ എന്നാണ് അറബിയിലെ അർത്ഥം. ജബൽ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ, അക്തർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്നുമാണ്. മലകൾക്കിടയിലൂടെയുള്ള റോഡ് ട്രിപ്പ് ഒമാനിലെ ഏറ്റവും മനോഹരമായ യാത്രാനുഭവങ്ങളിൽ ഒന്നാണ്. കുത്തനെയുള്ള ഒരുപാട് വളവുകളും കയറ്റങ്ങളും ഉള്ളതിനാൽ പരിചയസമ്പന്നരായ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ വാഹനം ഓടിക്കുന്നത് ഒമാനിലെ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒമാനി സിറ്റിസൺ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാം. മസ്കറ്റിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് ജബൽ അക്തറിലേക്ക്. മസ്കറ്റിനെ അപേക്ഷിച്ച് ജബൽ അക്തറിലെ ടെമ്പറേച്ചർ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു 10-15 ഡിഗ്രി സെൽഷ്യസോളം കുറവായിരിക്കും ജബൽ അക്തറിലേത്. ഇവിടുത്തെ റോക്സൊക്കെ ഒരു 6000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായും സെഡിമെന്റ് പാറകളാണ് കാണപ്പെടുന്നത്. വിവിധ നിറങ്ങളിലുള്ള പാറകളുടെ അടുക്കുകൾ ഇവിടെ നമുക്ക് കാണാം. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിലൊന്നാണ് ജബൽ അക്തർ. സീ ലെവലിൽ നിന്നും ഏകദേശം 3000 മീറ്റർ ഉയരത്തിലാണ് ഈ പർവ്വതനിര. ജബൽ അക്തർ പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ജബൽ ഷാംസ്. കാർബണേറ്റ് പാറകൾക്ക് പേരുകേട്ട സ്ഥലമാണ് ജബൽ അക്തർ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ പാറകൾ കരയിലേക്ക് തള്ളിക്കയറി ഉണ്ടായതാണ് ഇവിടുത്തെ പാറകൾ എന്ന് കരുതപ്പെടുന്നു. ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, നക്ഷത്ര നിരീക്ഷണം എന്നിവയ്ക്കൊക്കെ പറ്റിയ ഇടമാണ് ജബൽ അക്തർ. ഈ ജബൽ അക്തർ പർവ്വതനിരകളെ ഗ്രീൻ മൗണ്ടെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയും ഇവിടെയുള്ള ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളുമാണ് അതിന് കാരണം. ഇവിടെ പൊമഗ്രനേറ്റ്, ആപ്രിക്കോട്ട്, വാൽനട്ട്, പീച്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ധാരാളമായി വളരുന്നുണ്ട്. അതുപോലെ ടെറസ് ഫാമിംഗ് ആണ് അവരിവിടെ സ്വീകരിച്ചേക്കുന്നത്. പുരാതനമായ ഫലജ് ജലസേചന രീതിയാണ് അവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ജബൽ അക്തർ പർവ്വതനിരകളുടെ മുകളിലെത്തി.
ഇവിടെ ധാരാളം സെറ്റിൽമെൻറ്റും ഒക്കെയുണ്ട്. ആളുകൾക്ക് വിശ്രമിക്കാനായിട്ട് സ്ഥലങ്ങളൊക്കെയാണിത്. ഒമാനിൻ്റെ തനത് ഗ്രാമഭംഗി നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ഇവിടെ ധാരാളമായി അവർ കൃഷികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏപ്രിൽ മാസത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്ന ധാരാളം റോസാപ്പൂക്കൾ ഒക്കെ കാണാമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ആ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോവുകയാണ്. ഒരുപാട് പാറക്കല്ലുകളും ഒക്കെ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണിത്. ഭൂമിശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമാണിത്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, നമ്മുടെ സ്ക്രീനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്ര വ്യൂ പോയിൻ്റാണ്. നിങ്ങളിത് നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. ഇവിടുത്തെ പാറകൾക്കിടയിൽ കടൽ ജീവികളുടെ ഫോസിലുകൾ സുലഭമായി കാണാൻ കഴിയും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പർവ്വതനിരകൾ കടലിനടിയിലായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ്, നമ്മളൊരു ഊട്ടിയിലൊക്കെ നിൽക്കുന്ന പോലത്തെ ക്ലൈമറ്റാണ് ഇവിടെ. കണ്ടില്ലേ, വളരെ പുരാതന വീടുകളും ഗ്രാമങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. തട്ടുതട്ടായ കൃഷിയിടങ്ങളും ഒമാനിൻ്റെ തനത് ഗ്രാമഭംഗിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പർവ്വതനിരകളിൽ കൊത്തിയെടുത്ത പോലെയുള്ള വീടുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ ഫലജ് ഇറിഗേഷനാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പനിനീർ പൂക്കളുടെ കൃഷിക്കും റോസ് വാട്ടർ നിർമ്മാണത്തിനും ഇവിടെ വളരെ പ്രസിദ്ധമാണ്. ഏപ്രിൽ മാസത്തിലൊക്കെ വന്നാൽ നമുക്കിവിടെ ധാരാളം റോസാ പുഷ്പങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ പൊമഗ്രനേറ്റ്, ആപ്രിക്കോട്ട്, വാൽനട്ട്, പീച്ച് തുടങ്ങിയ ധാരാളം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പൊമഗ്രനേറ്റ് ലോകത്തിലെ തന്നെ മികച്ചവയിൽ ഒന്നാണ്. നമ്മളിപ്പോൾ സീസൺ ടൈമിലല്ല വന്നത്, അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാഞ്ഞത്. ഇതൊരു വാദിയാണ്. വാദി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സ്ഥലം എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെയുള്ള ഗ്രാമത്തിലൂടെയാണ്. പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ഗ്രാമം. കണ്ടില്ലേ, വീടുകൾക്കുള്ളിൽ തന്നെ അവർ കൃഷികൾ ചെയ്യുന്നുണ്ട്. ഫലവൃക്ഷങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്, പൊമഗ്രനേറ്റ് പോലെയുള്ള. അതുപോലെ തന്നെ ഒലീവ് ട്രീസ് ഒക്കെ കാണാൻ കഴിയും. അവരതിൽ നിന്ന് കായ്കളൊക്കെ പറിച്ചെടുക്കുകയും ഒലിവ് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വേറെ ഒരു വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. വ്യൂ പോയിന്റിന് ഡയാനാസ് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഇവിടെയും കുറേ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള പഴയ വീടുകളൊക്കെ കാണാം. ഇവിടെ നിന്ന് താഴോട്ട് പോകാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതിൽ കൂടെ നമുക്ക് നടന്ന് ആ മലനിരകളിലേക്കൊക്കെ പോകാൻ പറ്റും. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ നന്നായിട്ട് കാണാം. കണ്ടില്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഗ്രാമമൊക്കെ കാണാം. ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഗ്രാമത്തെ പറയുന്നത് വാദി ബാനി ഹബീബ് എന്നാണ്. വിവിധ നിറങ്ങളിലുള്ള പാറകളുടെ അടുക്കുകൾ ഇവിടെയും നമുക്ക് കാണാവുന്നതാണ്. കാർബണേറ്റ് പാറകൾക്ക് പേരുകേട്ട സ്ഥലമാണിത്. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ധാരാളം ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ആഡംബര റിസോർട്ടുകളും ഉണ്ട്. നമ്മൾ വന്നത് നോമ്പ് സമയത്തായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഹോട്ടലുകൾ മിക്കതും അടവായിരുന്നു. എന്നാലും റിസോർട്ടുകളൊക്കെ വർക്കിംഗ് ആയിരുന്നു. ഞങ്ങളിവിടെ ഒരു ഇൻഡിഗോ എന്നൊരു റിസോർട്ടിൽ പോയാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, ഫുഡ് കഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകേണ്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റിസോർട്ടിൽ നിന്ന് മടങ്ങുകയാണ്. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. അപ്പം ഒമാനിൽ വരുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ജബൽ അക്തർ. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കത്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു ഭൂപ്രദേശത്തുകൂടിയുള്ള മനോഹരമായ ഒരു യാത്രയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്